പശ്ചിമ ബംഗാളിലെ നടി ശ്രീലേഖ മിത്രയുടെ വെളിപ്പെടുത്തലിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിൻ്റെ രാജിക്ക് വേണ്ടി LDFിൽ സമ്മർദ്ദമേറുന്നു എന്ന വാർത്ത ഇന്ന് പ്രഭാതത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നുണ്ട്. ആരോപണം ഉന്നയിച്ച നടിയിൽ നിന്ന് പോലീസ് വിവരം ശേഖരിക്കുമെന്നും വിവരം കിട്ടിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഷെഫീദ് റാവുത്തറും കോഴിക്കോട് നിന്ന് ദീപക് തർമടവും തത്സമയം ചേരുന്നു. ആദ്യം ഷെഫീദ് റാവുത്തർ. ഷെഫീദ്, ഗുഡ് മോർണിംഗ്. ഇങ്ങനെയുള്ള വാർത്തകൾ പ്രചരിക്കുമ്പോഴും ശരിക്കും ചലച്ചിത്ര സംവിധായകൻ രഞ്ജിത്തിനോട് ആരും നേരിട്ട് ഇതുവരെ ഒരു രാജി ആവശ്യപ്പെട്ടില്ല എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. എന്തൊക്കെയാണ് വിവരങ്ങൾ? രഞ്ജിത്ത് ഇന്ന് രാജിവെക്കും എന്നുള്ള സൂചനകൾ തന്നെയാണ് സർക്കാർ കേന്ദ്രങ്ങളിൽ നിന്ന് ഇപ്പോഴും പുറത്തു വരുന്നത്. കാരണം ഇന്നലെ വൈകിട്ടും LDFിൽ വലിയ തരത്തിലുള്ള ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. കുറ്റം തെളിഞ്ഞെങ്കിൽ രാജി എന്നുള്ളതായിരുന്നു ഇന്നലെ മന്ത്രി സജി ചെറിയാന്റെ ആദ്യ പ്രതികരണമെങ്കിൽ പിന്നീട് ആ നിലപാട് തിരുത്തുന്ന സാഹചര്യമുണ്ടായി. മുന്നണിക്കുള്ളിൽ CPI തന്നെ പ്രധാനമായും രഞ്ജിത്തിന്റെ രാജി ആവശ്യം സജീവമാക്കിയിട്ടുണ്ട്. ഇതിന് പിന്നാലെ മറ്റു ഘടകകക്ഷികളും സമാനമായ ആവശ്യമുയർത്തി. ഏതെങ്കിലും തരത്തിൽ രഞ്ജിത്ത് ഇനി ആ സ്ഥാനത്ത് തുടരുകയാണെങ്കിൽ അത് സംസ്ഥാന സർക്കാരിന് വലിയ ക്ഷീണമുണ്ടാക്കും എന്നുള്ളതാണ് മുന്നണിക്കുള്ളിൽ ഇന്നലെ ഉയർന്ന അഭിപ്രായം. മാത്രവുമല്ല, ആ സ്ഥാനത്ത് രഞ്ജിത്ത് തുടർന്നാൽ അത് ഉചിതമാകില്ല എന്നുള്ള നിലപാട് കൂടി LDFിലെ ഒരു വലിയ വിഭാഗത്തിനുണ്ട്. അത് കണ്ടില്ല എന്ന് നടിക്കാൻ CPIമിനാവുകയുമില്ല. CPIമിലെ ചില നേതാക്കൾക്ക് തന്നെ രഞ്ജിത്ത് രാജിവെക്കുന്നത് തന്നെയാണ് നല്ലത് എന്നുള്ള അഭിപ്രായമുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടി ഇന്നലെ വൈകിട്ടോടുകൂടി മുന്നണിയിൽ രഞ്ജിത്തിന്റെ രാജി എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന സൂചന. ഒരു പക്ഷേ ഇന്ന് ആ രാജി ഉണ്ടായേക്കും. അതേസമയം ഈ ശ്രീലേഖ മിത്ര എന്ന ബംഗാളി നടിയുമായി ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ ബന്ധപ്പെടാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ കേരള പോലീസ് ഇവരുമായി ബന്ധപ്പെട്ടവർക്ക് പരാതി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയും. ഏതെങ്കിലും തരത്തിൽ ശ്രീലേഖ മിത്ര നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട തലപ്പത്തിരിക്കുന്ന ആൾക്കെതിരെ ആരോപണം ഉയരുക അത് സർക്കാരിനെ സംബന്ധിച്ച് അംഗീകരിക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ച് വലിയ തരത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യമായി മാറുകയും ചെയ്യും. ഇതടക്കമുള്ള സാഹചര്യങ്ങൾ മുന്നിൽ കാണുന്നുണ്ട്. മാത്രവുമല്ല, അങ്ങനെ വന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുള്ള ആദ്യ സ്ഥാനചലനമാകും അതെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. കൂടാതെ ഈ കഴിഞ്ഞ ദിവസം നടൻ സിദ്ദീഖിനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണത്തിൽ അദ്ദേഹത്തിനെതിരെ പോലീസ് കേസെടുത്ത് മുന്നോട്ട് പോകാനടക്കം പരാതിക്കാരിക്ക് പരാതി ഉണ്ടെങ്കിൽ പോലീസ് കേസെടുത്ത് മുന്നോട്ട് പോകുന്ന അടക്കമുള്ള കാര്യങ്ങളും സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. പെൺകുട്ടി പരാതിയുമായി ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അതല്ല അതുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ സിദ്ദീഖിനെതിരെ കേസെടുക്കും എന്ന് തന്നെയാണ് LDFിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം. ഓക്കെ, താങ്ക് യു. എന്നാൽ രഞ്ജിത്തിനോട് നമ്മളിത് ചെക്ക് ചെയ്യുമ്പോൾ ഇത്തരമൊരു രാജി രഞ്ജിത്തിനോട് ആരും ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ്. എന്നാൽ LDFിലെ ചില കക്ഷികൾക്ക് അദ്ദേഹത്തിൻ്റെ രാജി ഉറപ്പാക്കണമെന്ന അഭിപ്രായം ഉണ്ട് താനും. കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ദീപക് തർമടം തത്സമയം ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ രഞ്ജിത്തിനോട് അടുത്ത വൃത്തങ്ങളും സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ്. അദ്ദേഹത്തോട് ആരും നേരിട്ട് ഇതുവരെ രാജി ആവശ്യപ്പെട്ടില്ല. മുഖ്യമന്ത്രി ഓഫീസ് അങ്ങനെ പറഞ്ഞിട്ടില്ല. സാംസ്കാരിക മന്ത്രിയെ അതിനെ ചുമതലപ്പെടുത്തിയിട്ടുമില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ തന്നെ വരുന്നുണ്ട്. എന്താണ് നമുക്ക് ലഭിക്കുന്ന റിലയബിൾ ആയിട്ടുള്ള വിവരം? SKN പറഞ്ഞത് തന്നെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഇന്നലെ രാത്രി രഞ്ജിത്തുമായി കുറച്ചു നേരം സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് പരാതി വന്നാലല്ലേ ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുള്ളൂ എന്നുള്ള നിലപാടാണ് അദ്ദേഹത്തിൻ്റെ എന്നുള്ളതാണ് ഇന്നലെ സംസാരിച്ച സമയത്ത് മനസ്സിലായത്. മാത്രവുമല്ല, അദ്ദേഹത്തോട് രാജി വേണമെന്ന് ഏതെങ്കിലും അദ്ദേഹത്തെ നിയമിച്ച സർക്കാരോ സർക്കാർ വൃത്തങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ CPIMO ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. മാത്രവുമല്ല, ഇന്നലെ സർക്കാർ വൃത്തങ്ങളുമായി ഞാൻ സംസാരിച്ചിരുന്നു. സർക്കാർ വൃത്തങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അത്തരത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സാംസ്കാരിക മന്ത്രി സജി ചെറിയാനുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം, ആർക്കെതിരെയും ആർക്കും ആരോപണം ഉന്നയിക്കാം, ഒരു മന്ത്രിക്കെതിരെ ഉന്നയിക്കാം. അപ്പോൾ മന്ത്രി രാജിവെക്കേണ്ടി വരുമോ? അതായത് പരാതി വരികയും അതിൻ്റെ വസ്തുത പരിശോധിക്കുകയും ചെയ്യാതെ, അതായത് ഒരു പരാതി കോഗ്നിസിബിൾ ഒഫൻസ് ആണെങ്കിൽ തന്നെ പരാതി ഇല്ലാതെ എങ്ങനെയാണ് ഒരു രാജിക്ക് സർക്കാർ ആവശ്യപ്പെടുക എന്നുള്ളതാണ്. മാത്രവുമല്ല, ഈ രഞ്ജിത്തുമായി ബന്ധപ്പെട്ട ചലച്ചിത്ര അക്കാദമി കേന്ദ്രങ്ങളിലും രഞ്ജിത്തുമായി ബന്ധപ്പെട്ട സൗഹൃദങ്ങളിലും എല്ലാം തന്നെ രഞ്ജിത്ത് രാജിവെക്കണമെങ്കിൽ പരാതി വരട്ടെ എന്നുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത്. സർക്കാരും CPIM ലീഡർഷിപ്പും അതായത് CPIM നേതൃത്വവും രാജി ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടില്ല. കാരണം ഇതൊരു കീഴ്വഴക്കമായി മാറും. സ്വാഭാവികമായും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആരോപണ വിധേയരായ മുഴുവൻ ആൾക്കാർക്കെതിരെ കേസെടുക്കേണ്ടി വരും. മാത്രവുമല്ല, സമാനമായ സാഹചര്യത്തിൽ നിരവധി നടപടികളിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ രേഖാമൂലമുള്ള പരാതി മാത്രവുമല്ല, ഇന്നലെ സർക്കാരിൻ്റെ ഒരു പ്രധാന വൃത്തവുമായി സംസാരിക്കുമ്പോൾ അവരൊരു മെയിൽ അയച്ചാൽ
രാജി ഉറപ്പാണ്. പക്ഷേ അവർ മെയിൽ അയക്കണ്ടേ എന്നുള്ളതാണ്. ബൽറാമുമായി നമ്മളെ ഈ നടിയുമായി സംസാരിച്ച നമ്മുടെ പ്രതിനിധി ബൽറാമുമായി സംസാരിക്കുമ്പോൾ അവർ അത്തരത്തിൽ ഒരു പരാതിക്ക് തയ്യാറായിട്ടില്ല ഇതുവരെ എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഏതായാലും SKN പ്രതിഷേധം ശക്തമാവുകയാണ്. ഇന്ന് രഞ്ജിത്തിന്റെ ചാലപ്പുറത്തെ വീട്ടിൽ BJPയുടെ മാർച്ച് നടക്കുന്നു. പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് രഞ്ജിത്ത് വയനാട്ടിൽ നിന്നും മൈസൂരിലേക്ക് പോയി എന്നുള്ളതാണ്. മറ്റെന്തോ കാര്യങ്ങളുമായി പ്രതിഷേധങ്ങൾ സ്വാഭാവികമായും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയായിരിക്കും അദ്ദേഹം കേരളത്തിലൂടെ യാത്ര ഒഴിവാക്കുന്നത്. ഏതായാലും പരാതി വരാതെ ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു രാജി പെട്ടെന്ന് വേണ്ട എന്ന നിലപാടാണ് രഞ്ജിത്തിനും സർക്കാരിനും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. SKN. ഓക്കെ, താങ്ക് യു ദീപക് സർവണം. രഞ്ജിത്തുമായി സംസാരിക്കുമ്പോഴും ആരും രാജി ആവശ്യപ്പെട്ടതായി അറിയില്ല. എന്നാൽ LDFിലെ ചില കക്ഷികൾക്ക് ഇക്കാര്യത്തിൽ നിശ്ചിതമായ അഭിപ്രായമുണ്ട്. അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെടണം എന്ന് തന്നെയാണ് അഭിപ്രായം. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അന്വേഷണം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ രാജിക്ക് വേണ്ടിയായിരുന്നില്ല. പരാതി ലഭിച്ചാൽ നടപടിയെടുക്കുമെന്ന് തന്നെയാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി എടുത്തിരിക്കുന്ന നിലപാട്.